ഞങ്ങൾ കിരുണിൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് ഇനി ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലായ കോപ്പൻഹേഗനിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമുക്ക് സ്റ്റോക്ക്ഹോമിൽ പോകണം. സ്റ്റോക്ക്ഹോമിൽ നിന്ന് പിന്നെ വേറെ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് ഡെൻമാർക്കിൽ പോകേണ്ടത്. പക്ഷേ എന്നാലും ഒരു 1½ hours കൊണ്ട് നമുക്ക് സ്റ്റോക്ക്ഹോമിലെത്താം. അതേപോലെ അവിടുന്ന് ഒരു 1 hour കൊണ്ട് നമുക്ക് ഡെൻമാർക്കിലെത്താം. കിരുണ എയർപോർട്ട് വളരെ ചെറുതാണ്. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ സിറ്റിയിൽ നിന്ന് വന്നത്. അപ്പോൾ കിരുണയിൽ ആദ്യം വന്ന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ബസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ഓരോ ഫ്ലൈറ്റ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷട്ടിൽ സർവീസ് ഉണ്ട് ബസ് സിറ്റിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ബസ്സിൽ തന്നെ വന്നു. ഈ ആർട്ടിക് സർക്കിളിൻ്റെ മുകളിലുള്ള കിരുണ വളരെ ചെറിയ സ്ഥലമാണ്. ആദ്യം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ്. വളരെ നല്ലൊരു ആർട്ടിക് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല എക്സ്പീരിയൻസും നല്ല ഓർമ്മകളും നമുക്ക് ഇവിടുന്ന് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡിംഗ് ഒക്കെ നല്ല ഭംഗിയാണ്. അവിടെ ഫുൾ ഐസാണ്. ഇപ്പോൾ വിൻ്റർ കഴിയാറായതുകൊണ്ട് കുറച്ച് മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടെന്നല്ലാണ്ട് ഫുൾ ലേക്കൊക്കെ ഫ്രോസൺ ആണ്. നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് കാണാൻ. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തിരിച്ച് നമ്മൾ കോപ്പൻഹേഗനിൽ എത്താറായപ്പോൾ കണ്ട കാഴ്ച. പക്ഷേ അത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് മുകളിൽ നിന്ന് കാണുമ്പം. അങ്ങനെ ഞങ്ങൾ കോപ്പൻഹേഗനിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് കോപ്പൻഹേഗനിലെ കുറച്ച് നല്ല വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും സ്വാഗതം. കോപ്പൻഹേഗനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഈക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. യൂറോപ്പിൽ ജനറലി എല്ലാ സ്ഥലത്തും സൈക്കിൾ ധാരാളം യൂസ് ചെയ്യുന്നതാണല്ലോ. പക്ഷേ എന്നാലും ഞങ്ങൾ ബെൽജിയത്തിലും ആംസ്റ്റർഡാമിലൊക്കെ കണ്ടതിനെക്കാട്ടിലും വളരെയധികം സൈക്കിൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കോപ്പൻഹേഗൻ. കുറേ തരത്തിലെ സൈക്കിളുകൾ, ഫാമിലി മുഴുവനും കൂടി പോകാൻ പറ്റുന്ന സൈക്കിളുകൾ, സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സൈക്കിളുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സൈക്കിൾ നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ നല്ലതാണ്. പിന്നെ ആളുകൾ ധാരാളം നടക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം കനാലുകളുണ്ട് ഇവിടെ. അപ്പോൾ കനാലിൻ്റെ സൈഡിലൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും നല്ല ഭംഗിയായിട്ട് ഉള്ള പഴയ ബിൽഡിങ്സ് ഒക്കെ 16th century ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് നൈഹാവൻ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോപ്പൻഹേഗൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ തന്നെ പോകാനായിട്ടാണ് ഇറങ്ങിയത്. കുറച്ചൊരു തെറ്റ് പറ്റിയിട്ട് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നൈഹാവൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഹാർബർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് 16th century ഇവിടെയായിരുന്നു ഈ ട്രേഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ധാരാളം കപ്പലുകൾ വരാനും സാധനങ്ങൾ ഡെൻമാർക്കിലേക്ക് എത്തിക്കാനും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഹാർബറായിരുന്നു ഇത്. അപ്പോൾ സെയിലർമാരും ട്രേഡേഴ്സും എല്ലാം കൂടിയുള്ള ഒരു മീറ്റിംഗ് പോയിന്റും അങ്ങനെയൊക്കെ ആയിട്ട് ഇത് വളരെ ഒരു ഹാപ്പനിങ് സ്ഥലമായിരുന്നു. അപ്പോൾ ഈ കനാലിൻ്റെ 2 വശത്തുള്ള കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ അന്നും ഉള്ള ബിൽഡിങ്സ് തന്നെയാണ്. അപ്പോൾ 300-400 കൊല്ലമായിട്ട് ഇന്നും അത് അവർ അതേപോലെ തന്നെ വച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നത് കഫേസും അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഏരിയ കോപ്പൻഹേഗനിലെ ഏറ്റവും മോസ്റ്റ് വിസിറ്റഡ് ആൻഡ് ഫോട്ടോഗ്രാഫ്ഡ് ഏരിയ ആണ്. പിന്നെ ഇവിടെ ഒരു ഡാനിഷ് റൈറ്റർ ഉണ്ട്, ഹൻസ് ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ റൈറ്റർ ഇവിടെ 1820 and 67 അങ്ങനെ 3 സ്ഥലങ്ങളിൽ 3 ബിൽഡിങ്സിൽ അയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഏരിയ വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഭയങ്കര റഷൊക്കെയാണ്. ഇവിടെയും ബോട്ട് റൈഡൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്താൽ നമുക്കിതുപോലെ ഒരു 1.5 hours നമുക്കിങ്ങനെ ബോട്ടിൽ പോവാം. അപ്പോൾ ഇവർ കോപ്പൻഹേഗൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരും. ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വരാം. പക്ഷെ ഞങ്ങളതിന് പോയില്ല. കാരണം ഞങ്ങൾ ബെൽജിയത്തിൽ ഗെൻറ്റിലൊക്കെ പോയത് കാരണം അതേപോലെ തന്നെയാണ്, ആ ഒരു വൈബ് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനായിട്ട് പോയില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് ഫുൾ ആ വഴി മുഴുവൻ നടന്ന് അറ്റം വരെ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നു പോയി. നല്ല രസമാണ് ആ സൈഡിൽ കൂടി നടക്കാനൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ ഒരേ ഹൈറ്റാണ്. അപ്പം ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, പെയിൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആ ഹൈറ്റ് ഒരുപോലെ ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്.
അപ്പം നമുക്കിങ്ങനെ നടന്ന് ഈ കനാലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒരു സൈഡിൽ കനാലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാം നമുക്ക് ഒപ്പേറ ഹൗസ് ഉണ്ട്. പിന്നെ സർക്കിൾ ബ്രിഡ്ജ്, അതേപോലെ ഒരു സ്പൈറൽ ചേർച്ച് ഉണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ്. അപ്പം നമുക്കിങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇതാണ് സർക്കിൾ ബ്രിഡ്ജ്. അപ്പോൾ കോപ്പൻഹേഗനിലെ ഹാർബറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജാണ്. ഇത് വളരെയധികം നല്ലൊരു ആർട്ട് പീസാണെന്ന് തന്നെ പറയാം. ഇവിടെ കാണുന്നതാണ് സ്പൈറൽ ചേർച്ച്. അപ്പം ഞങ്ങൾക്ക് ആ സ്പൈറൽ ചേർച്ചിൻ്റെ അടുത്ത് കൂടി പോയി, പക്ഷെ ഞങ്ങൾ അകത്ത് കയറിയില്ല. ഞങ്ങൾ അങ്ങനെ നടന്നിട്ട് കുറേ നടന്നു പോയിട്ട് അവിടെ ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയി. കടലിൻ്റെ അടിയിൽ ലോകത്തിൽ നിന്ന് മനുഷ്യരുടെ ലോകം എങ്ങനെയാണെന്ന് കാണാനായിട്ടുള്ള ആഗ്രഹം കാരണം മെർമെയ്ഡ് ഒരിക്കൽ മുകളിൽ വരികയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു പ്രിൻസിനെ കാണുകയും ആ പ്രിൻസിന് ഒരു അപകടം പറ്റി ആ പ്രിൻസിനെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രിൻസിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഈ മെർമെയ്ഡിന് വളരെയധികം ഉണ്ടായി. പക്ഷേ അത് നടന്നില്ല. പ്രിൻസ് വേറെ ആരെയോ കല്യാണം കഴിച്ചു. അപ്പോൾ ആ വിഷമത്തിൽ ഈ മെർമെയ്ഡ് മരിക്കുകയായിരുന്നു. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറിയാണ്. ഹൻസ് ക്രിസ്ത്യൻ എഴുതിയ ഒരു ഫെയറി ടെയിൽ സ്റ്റോറി. അപ്പോൾ അതിനെ ആസ്പദമാക്കി അവ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇത് വെച്ചു എന്ന് മാത്രം. അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് സ്ട്രോഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റാണ്. അത് ഒരു 1.5 കിലോമീറ്റർ ഉള്ള ഒരു വളരെ വലിയൊരു മാർക്കറ്റാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. സോവനിയേഴ്സ് കിട്ടും, പിന്നെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും, ഫുഡ് ഐറ്റംസ്, അങ്ങനെ വളരെ ഒരു പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അവിടെ നമുക്ക് കാറും അതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വാക്ക് ചെയ്ത് ഇങ്ങനെ എല്ലാം പോകാൻ പറ്റും. ധാരാളം ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ അവിടെയൊക്കെ നടന്നു. ഫേമസ് ആയിട്ടുള്ള ഗ്ലോബൽ ബ്രാൻഡായ ലെഗോ സ്റ്റാർട്ട് ചെയ്ത ഡെൻമാർക്കിലാണ്. അപ്പോൾ ഇവിടെ ധാരാളം വലിയ ഷോപ്പുകൾ ലെഗോയുടെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കുറേ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഓരോ നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ ഇങ്ങനെ ഓരോ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ കോക്കനട്ട്, ഡ്രൈ കോക്കനട്ടിനെ അവർ നല്ലോണം ഇങ്ങനെ വറുത്തിട്ട് അതിനകത്ത് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ നോക്കി. ഇവിടെയൊക്കെ പിന്നെ എല്ലാ മധുരമുള്ള സാധനത്തിലും ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ച് കഴിച്ച് നമുക്ക് മതിയാവും. അങ്ങനെ എല്ലാത്തിലും ചുറോസ്, അത് എല്ലാത്തിലും ചോക്ലേറ്റ് ആണല്ലോ കൂടുതൽ. അപ്പോൾ അത് കാരണം നമുക്ക് വേറെ ഒരു മധുരം ഒന്നും ടേസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ സൈക്കിൾ പാർക്ക് ചെയ്യാനും അത് ലോക്ക് ചെയ്ത് വെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ബസ്സിലൊക്കെ ആണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ സൈക്കിൾ കയറ്റാം. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സൈക്കിൾ റെൻറ്റിന് എടുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനും സൈക്കിൾ അവിടെ നിന്ന് അൺലോക്ക് ചെയ്ത് എടുത്തിട്ട് പോകാനും അങ്ങനെയെല്ലാം വളരെ ഈസി ആയതുകൊണ്ട് എല്ലാവരും സൈക്കിൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടും. ഞങ്ങളിങ്ങനെ നടന്നല്ലാണ്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കഴിക്കാനുള്ള കുറച്ചൊക്കെ ചുറോസ് വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചുറോസിന്. നല്ല ചൂടോടെ കിട്ടും, നല്ല ചോക്ലേറ്റും. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും യൂറോപ്പിൽ എവിടെ പോയാലും നമ്മൾ ചുറോസ് വാങ്ങിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയ വല്ല ഈ കുക്കീസ് പോലത്തെ അതൊക്കെയേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ നടന്നപ്പോൾ വയ്യാണ്ട് ക്ഷീണമായപ്പം വീണ്ടും ഞങ്ങളൊരു സ്ഥലത്ത് ഒരു റോള് പോലെ വാങ്ങിച്ചു. ഇവിടെയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഹീറ്റിംഗ് സിസ്റ്റം അവർ ചെയ്യുന്ന ഇങ്ങനെയാണ്. കുറച്ചൊരു ക്യാമ്പ് ഫയർ പോലെ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടിക്കകത്ത് കുറച്ച് ഇങ്ങനെ ചൂടാക്കി വെക്കുക. അപ്പം നമുക്ക് നടക്കുന്നവർക്കും ആ റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിലൊക്കെ എത്തുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്താണ് എല്ലാവരും ഇരുന്ന് കഴിക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടന്നു.
അങ്ങനെ രാവിലെ തൊട്ട് ഫുൾ നടന്ന് വൈകുന്നേരമായി, അപ്പോൾ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.